ഒരു ദിവസം ഓതി നോക്കൂ, എത്ര സമയം വേണം? കുറച്ച് സമയം മതി. എല്ലാ നിസ്കാരം 10 മിനിറ്റ് ഓതി നോക്കൂ, തീരും. അതുകൊണ്ട് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഖുർആൻ തൊടാത്തോലുണ്ട് പലരും. അതുകൊണ്ട് അങ്ങനെ ആവരുത്, ഖുർആൻ ഓത്ത് നമുക്കുണ്ടാകണം. ഒരു CD എങ്കിലും ഒരു ദിവസം കാണണം. സഹോദര, ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ കേട്ടിക്കുന്നോണ്ട് പിന്നെ പറഞ്ഞു പോവാണേ. ഇപ്പൊ ഒരു വീട്, ആ വീട്ടിൽ എന്തിനാ വ്യത്യസ്ത റൂമുകള്? ഭാര്യ ഭർത്താവിന് ഒരു റൂം, ഉമ്മക്ക് ഉപ്പാക്ക് ഒരു റൂം, എല്ലാവർക്കും കൂടി ഒരു പൊതു റൂം. ഇങ്ങനെ എന്താ ഈ പറയുന്നത്? സംസ്കാരമില്ലാത്ത വാചകം. എല്ലാരും കൂടി ഭാര്യയും ഭർത്താവെല്ലാം കൂടി ഒരു പൊതു റൂം കിടക്കുക. അതിന് വർത്താനം മൈക്കിൽ ദേഷ്യം പിടിക്കണ്ടില്ലേ? എങ്കിൽ സഹോദര, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അത് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നില്ലല്ലോ. എങ്കിൽ ആ റൂമിലൊക്കെ നടക്കുന്നല്ലേ ആ ടിവിയിലൊക്കെ കാണുന്നത്? അതല്ലേ ആ തുറന്നു വെച്ചത്? അതല്ലേ ആ തുറന്നു വെച്ചത്? ഒരു സഹോദരി സാധനം വാങ്ങാൻ വന്നു, പെട്ടെന്ന് ഒരു സാധനം വാങ്ങണം, കൈ ഇങ്ങനെ വിറക്കുക. അപ്പൊ ചോദിച്ചു, കടക്കാൻ എന്താ പ്രശ്നം, എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട്, സീരിയൽ തുടങ്ങാനുമായി. അപ്പൊ ഇന്നലത്തെ എന്റെ ബാക്കി എന്താവും? വേന്തരി ഏയ് മനസ്സവിടെയാ. അതിഥിക്ക് വെള്ളം കൊടുക്കുമ്പോ ടിവിയിലേക്ക് നോക്കിട്ടാ കുടിച്ച വെള്ളം ഇങ്ങനെ കൊടുക്കുന്നത്. അവർ വന്നതോ വന്ന് ഇനി ഈ വീട്ടിൽ വരൂല. ഇങ്ങനെ നമ്മുടെ വീടിനെ നശിപ്പിക്കുന്ന, നമ്മുടെ കുട്ടികൾ ഒളിച്ചോടാനും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉണ്ടാകാൻ, മദ്യപാനമാകുന്ന ദുശീലം കാണാൻ നമ്മുടെ വീട് മിനി തിയേറ്റർ ആകണോ നമ്മുടെ വീട്? അതിന് പകരം ആ ടിവി വലിച്ചെറിയണ്ട, ടിവിയിലേക്ക് വെക്കൂ. കാസറ്റുകൾ പുറത്ത്, കേട്ടാൽ തീരാത്ത അത്ര സീഡികളുണ്ട്. സീഡികൾ കേൾക്കട്ടെ. അങ്ങനെ ഖുർആനിന്റെ ഹദീസിന്റെ ശബ്ദം മുഖരിതമാകട്ടെ. റമദാൻ എന്തിനാ ടിവി ഓഫ് ആക്കുന്നത്? എന്തിനാ? റമദാനിൽ ശരിയില്ല. അപ്പൊ എന്തോ ഒരു ശരികടയിലുണ്ടല്ലേ? റമദാൻ കഴിഞ്ഞാൽ ഉപ്പാന്റെ അധ്യക്ഷതയിൽ ഉമ്മ സ്വാഗതം പറഞ്ഞു മോന് വിരി നീക്കി അല്ലേ? എന്താ റമദാൻ കഴിഞ്ഞപ്പോ ഒരു വിരിനേക്കൽ? അതുകൊണ്ടൊന്ന് ചിന്തിക്കുക. ശാശ്വതമായ ഒരു പരിഹാരം ആ വിഷയത്തിന് ഉണ്ടാകണം. ഇന്റർനെറ്റ് ഒഴിവാക്കണ്ട, ഇന്റർനെറ്റിലൂടെ നന്മ കിട്ടണം. മൊബൈൽ ഒഴിവാക്കണ്ട, മൊബൈലിലൂടെ നന്മ കിട്ടണം. ഒരാൾ ബൈക്കുമേൽ യാത്ര ചെയ്യുമ്പോ ചെറിയൊരു ആക്സിഡന്റ്, മൊബൈൽ അങ്ങ് തെറിച്ചുപോയി, കാണാനില്ല. കുറെ ആൾക്കാരെ നമ്പറൊക്കെ ഉണ്ടായി, ഓക്കെ. വേറൊരാൾ പറയാ ആ കൈ ഇങ്ങനെ പൊട്ടിയിട്ട് വേദന ഉണ്ട്, പക്ഷെ ഓരോ ചിന്ത മൊബൈൽ കിട്ടണം. എന്താ കാര്യം? ആ മൊബൈൽ എങ്ങാൻ ആരെങ്കിലും കൈ കിട്ടിയതിന്റെ ഗാലറി എങ്ങാൻ പോയാൽ പിന്നെ ഞാൻ അവിടെ ജീവിച്ചിട്ടുള്ള കാര്യമല്ല. എത്രയെത്രയോ അന്യ പുരുഷന്മാരുടെ, അന്യ സ്ത്രീകളുടെ ഫോട്ടോ ഉണ്ടതിൽ, വൃത്തികെട്ട രംഗങ്ങൾ ഉണ്ടതിൽ, അന്യ സ്ത്രീകളുടെ നമ്പർ ഉണ്ടതിൽ. എങ്കിൽ നിന്റെ മനസ്സ് മലിനമാണ്. അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞാൽ മൊബൈൽ എടുത്ത് ഒഴിവാക്കേണ്ട നമ്പറുകൾ ഡിലീറ്റ് ചെയ്ത് കളയണം. ഗാലറിയിൽ പോയി ആവശ്യമില്ലാത്തത് മാറ്റിക്കളയണം. ഇല്ലെങ്കിൽ നിന്റെ മനസ്സ് മലിനമായി തന്നെ കിടക്കുകയാണ്. സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. എപ്പോൾ മരിക്കുമെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്കറിയുമോ? ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടു. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി, ഇതേപോലെ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവ് കൂട്ടാൻ വന്ന ഭാര്യയുടെ ജ്യേഷ്ഠത്തിയല്ലാതെ വരുന്നത്. 4:30 മണിക്ക് വണ്ടി ഇടിച്ചു. ഒരു സഹോദരി റോട്ടിലേക്ക് തെറിച്ചു വീണു മരിച്ചുപോയി. 46 വയസ്സ് മാത്രം പ്രായമായ ഫൗസിയ അന്ന് മരിക്കുമെന്ന് അവൾ കരുതിയിട്ടുണ്ടോ? വാഹനത്തുള്ളവർ കരുതിയിട്ടുണ്ടോ? ഇല്ല. ഫൗസിയ ഇന്ന് ബർസഖിയായ ലോകത്താണ്, അല്ലേ? എപ്പോഴും മരിക്കും നമ്മൾ, നമുക്കറിയില്ല മരണം എപ്പോഴാണെന്ന്. ഒരുങ്ങി നിൽക്കുക. വീട്ടിൽ നമ്മുടെ മകളെ കാണാൻ ഒരാൾ വരുന്ന കണ്ട നമ്മൾ എപ്പോഴും വീട് അടിച്ച് വൃത്തിയാക്കി വെക്കും. എപ്പോഴാ വരിക എന്നറിയില്ല. ഇതുപോലെ മരണം എപ്പോഴാണ് വരിക എന്നറിയില്ല. തയ്യാറായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ഈ തെതുക്കിറ കൊണ്ട്, ഈ വിജ്ഞാനവേദി കൊണ്ട് ഒരു ഭൗതിക മെച്ചവുമില്ല സഹോദരങ്ങളെ. ഈ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളിൽ നിന്ന് ഭൗതികമായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ആഖിറത്ത് നന്നാകണം, നമുക്ക് രക്ഷപ്പെടണം. മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് ഏൽപ്പിച്ച ദൗത്യം അത് നിർവഹിക്കുന്നു. അത് ഇവിടെയുള്ള മാത്രമല്ല, നമ്മൾ എല്ലാവരും നിർവഹിക്കേണ്ടതാണ്. കൂട്ടായ ആ പരിശ്രമത്തെ നമ്മൾ ശക്തിപ്പെടുത്തുക. റബ്ബേ, പെരുമ്പാവൂരിലെ ആ സ്ഥാപനത്തെ ഞങ്ങളുടേതാക്കി മാറ്റാൻ, അതിലേക്ക് വമ്പിച്ച സംഭാവനകൾ നൽകി ഞങ്ങളുടെ വീടിനേക്കാൾ സ്നേഹിച്ചുകൊണ്ട് ആ സ്ഥാപനത്തെ യാഥാർത്ഥ്യമാക്കാൻ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകണമേ. കുടുംബത്തിൽ ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് അത് വിജയിപ്പിക്കുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ദീനിന്റെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അവിടുത്തോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ നീ ആശ്വാസവും സമാധാനവും ശാന്തിയും നൽകണമേ. അല്ലാഹുവേ, കുടുംബസമേതം സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, ഈ തദ്കിറ എന്ന് പറയുന്ന ഈ വിജ്ഞാനവേദി നീ വിജയിപ്പിക്കണമേ. നീ അതിനെ ഫലപ്രദമാക്കി മാറ്റണമേ. അല്ലാഹുവേ, ദീനി രംഗത്ത് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ മതി എന്ന അഹംഭാവത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം.
കൊടുക്കണമേ. അള്ളാഹുവെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒട്ടേറെ സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹുവെ അവരുടെ ഹജ്ജ് നീ കബൂൽ ചെയ്യണമേ. അവർക്ക് നീ ആരോഗ്യം നൽകണമേ. അവർ അബദ്ധം വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണമേ. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ള എത്രയോ പേർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവെ നീ തൗഫീക്ക് ചെയ്യണമേ. അറഫയിൽ ഒന്ന് പോകാൻ, തവാഫ് ഒന്ന് ചെയ്യാൻ, മിനയിലൊന്ന് പോകാൻ അതാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. നീ മാർഗം കാണിച്ചു തരണമേ. അള്ളാഹുവെ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ പ്രവാചകൻ റസൂലുള്ളയെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.